ആദ്യഘട്ടം പിന്നിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് പ്രേക്ഷകരോടും കണ്ടു കഴിഞ്ഞു. അതെ, നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വെറുതെ പറയുന്നതല്ല, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കടമ്പ്രയാറിന്റെ തീരത്താണ്. പള്ളിക്കരയ്ക്ക് മുൻപ് കാക്കനാട് പള്ളിക്കര റൂട്ടിൽ കടമ്പ്രയാർ ടൂറിസത്തിന്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇടമാണിത്. നല്ല ഭംഗിയുള്ള വാക്ക് വേ ഉണ്ട്. ഒരു വശത്ത് കടമ്പ്രയാറുണ്ട്, മറുവശത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എന്താ ചിറാന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഇപ്പൊ ഈ നമ്മുടെ ഇടതുഭാഗത്തുള്ള ഇതിനകത്ത് ഈ പോള കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് ആ പോളയുടെ എന്താ പറയാ പുഴയുടെ സൗന്ദര്യം നമുക്ക് അത്ര കണ്ട് ഇവിടുന്ന് കിട്ടുന്നില്ല. പക്ഷെ ഈ പറയുന്ന വണ്ടർലയുടെ തൊട്ടടുത്താണ്. വണ്ടർലയുടെ ജൈന്റ് വീല് കാണാൻ പറ്റുന്നുണ്ട് പുറകിലെന്നാണ് ആ കോർണറിൽ കാണാൻ. അതെ. പിന്നെ ഇവിടെ നീതു ജോർജ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷക പറയുന്നത് സ്ക്രീനിൽ കാണാം, പക്ഷെ സ്ക്രീനിൽ കാണാൻ കൊള്ളാം, നേരിട്ട് അത്ര ഭംഗിയില്ല. അങ്ങനെയല്ല, നീതു ജോർജ് നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ നീതു ജോർജ് മൗറീഷ്യസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. മൗറീഷ്യസിന്റെ സൗന്ദര്യം ഇവിടെ ഉണ്ടാവുന്ന വെച്ചില്ല, പക്ഷെ അത് ഭംഗിയുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഫീല് വേറെയാണ്, വേറൊരു ആംബിയൻസ് ആണ്. എൻജോയ് ചെയ്യാം. അത് മാത്രമല്ല നീതു, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയില്ല. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സോ അറിയണവരൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ നാടിന്റെ ഒരു ഭംഗി അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഇത്ര ഭംഗിയുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മളത് സ്ഥിരം കാണുന്നത് കൊണ്ടാണ്. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഒരു സംശയമില്ല. ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പെട്ടെന്ന് പോവാം, എന്നിട്ട് നമുക്ക് സന്ദേശങ്ങളിലേക്ക് വരാം. കോഴിക്കോട് ജില്ലയിൽ ലഹരി കേസുകളുടെ എണ്ണം കൂടുന്നു. ഈ വർഷം ഇതുവരെ സിറ്റി പോലീസ് പരിധിയിൽ 586 കേസും റൂറൽ പോലീസിന്റെ പരിധിയിൽ 220 കേസും റിപ്പോർട്ട് ചെയ്തു. 17-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലും പ്രതികൾ. എല്ലാ ദിവസവും സ്പെഷ്യൽ ഡ്രൈവ് നടത്തി ലഹരി വിൽപ്പനയും ഉപയോഗവും തടയാനുള്ള നീക്കം തുടങ്ങിയതായി കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ 24-നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ദിവസവും ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ വർഷം ഇതുവരെ 586 കേസുകളിലായി 592 പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് 58.1 കിലോ, MDMA 1.88 കിലോ, ഇതിനു പുറമെ ഹൈബ്രിഡ് കഞ്ചാവ് 56.66 ഗ്രാമും. ഇത് സിറ്റി പോലീസ് പരിധിയിൽ മാത്രമുള്ള കണക്കുകളാണ്. ഇനി റൂറൽ പരിധിയിലെടുത്താൽ 220 കേസുകളിൽ 234 പേരെ അറസ്റ്റ് ചെയ്തു. 5 കിലോ കഞ്ചാവും 317 ഗ്രാം MDMAയും 96 ഗ്രാം മെത്താഫെറ്റമിനും പിടിച്ചെടുത്തു. 17-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ് ഇതിൽ ഏറെയും. നമ്മളിപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് പരിശോധിച്ച് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. നമ്മുടെ ഒരു പ്രൊഫൈൽ പരിശോധിക്കുന്ന സമയത്ത് കൂടുതലും ബ്രോക്കൺ ഫാമിലീസിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ വിദേശത്തുള്ളതും, അതായത് ആ കുട്ടികളിലേക്ക് അറ്റൻഷൻ എത്താത്തത്, അല്ല യുവാക്കളിലേക്ക് ഫാമിലിയിൽ നിന്നുള്ളൊരു അറ്റൻഷൻ മിസ്സാവുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലായും പെഡലേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ആ രീതിയിലും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ഡൻസാഫിന്റെ നേതൃത്വത്തിലാണ് മിക്ക കേസുകളും പിടിക്കുന്നത്. മികച്ച പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 2025 വർഷം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഏകദേശം 57 കിലോഗ്രാമോളം കഞ്ചാവ് നമ്മൾ പിടിച്ചു. അതുപോലെ തന്നെ ഒരു 1.8 കിലോയിലധികം MDMA പിടിച്ചു. അത് അവർ കൃത്യമായി ഫീൽഡിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അവർ രാത്രി അവരുറക്കമളച്ച് ഒരുപാട് എഫേർട്ട് ഇടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കേസുകൾ കിട്ടുന്നത്. അവധി ദിവസങ്ങൾ വരാനിരിക്കെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. അടുത്ത അധ്യയന വർഷത്തേക്ക് പ്രത്യേക പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പോലീസ്. മിഥില ബാലൻ, 24 കോഴിക്കോട്. അങ്ങനെ ലഹരി കേസുകളുടെ എണ്ണം കൂടുന്നു ഒരു ഭാഗത്ത്. അത് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ ഈ ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നു എന്ന റിപ്പോർട്ട് കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് അങ്ങനെ വന്നു. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. എല്ലാത്തിനും പിന്നിൽ ലഹരി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പരിശോധനകൾ കൂടുതലായിട്ട് കർശനമായി തന്നെ നടക്കട്ടെ. ശിക്ഷാ നടപടികളും കുറച്ചുകൂടെ കുറ്റമറ്റതാക്കണം. കാരണം പലപ്പോഴും ഇതിന് ലൂപ്പ് ഹോൾസ് ഉള്ളതാണ് വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത്. ലഹരി ശരിക്കും പറഞ്ഞാൽ അത് തടഞ്ഞേ പറ്റൂ, ലഹരിയുടെ ഉപയോഗം. കാരണം കൂടുതൽ റിപ്പോർട്ട്സും കാണിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഇങ്ങനെ അക്രമങ്ങൾ കൂടി വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മയക്കുമരുന്നും ലഹരിയും ഉപയോഗം തന്നെയാണ്. അത് തടയാനുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അതിന് എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ട്. നമുക്കിനി കമന്റ് ബോക്സിൽ പെട്ടെന്ന് വരാം. രഘുനന്ദനൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ആശാ വർക്കർമാർക്ക് കേന്ദ്രം പണം അനുവദിച്ചില്ല എന്ന് സംസ്ഥാനം പറയുന്നു, അനുവദിച്ചു എന്ന് കേന്ദ്രം പറയുന്നു, മാധ്യമങ്ങൾ മറ്റൊരു കണക്ക് പറയുന്നു, ജനങ്ങൾക്ക് സത്യം അറിയണ്ടേ
എന്ന് പറയുന്നു. രഘുനന്ദൻ തിരുമുല്ലവാരമാണ് പറയുന്നത്. പക്ഷെ മാധ്യമങ്ങൾ മറ്റൊരു കണക്ക് പറയുന്നുണ്ടോ, നമ്മളത് കേന്ദ്രം കൊടുത്തു എന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അത് ലഭിച്ചിട്ടില്ല. 2023-24 കിട്ടിയിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടുള്ളത്. ഈ അവകാശവാദങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും നിരത്തുന്നുണ്ട്. ഇതിനെല്ലാം പ്രശ്നം എന്താണ്? നമ്മുടെ ആശാ വർക്കർമാർ അവരെപ്പോഴും ഈ പറയുന്നത് പോലെ അവരുടെ ജോലി ഈ കഷ്ടപ്പെട്ടു ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായ വേതനം അവർക്കില്ല, പെൻഷൻ ആനുകൂല്യങ്ങളില്ല, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അതിലിനി വേണ്ടത് ഈ വാദങ്ങളല്ല, അതിനൊരു പരിഹാരമാണ്. അതിന് കൃത്യമായി അവർ ചർച്ചയ്ക്ക് വിളിക്കണം. അത് ആവശ്യം തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത്. ചർച്ചയ്ക്ക് വിളിക്കുക, ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക. ഇതിലൊരു പ്രേക്ഷകരുടെ നേരത്തെ ഒരു മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം, CPIMന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിച്ചിട്ടായിരുന്നു ഈ സമ്മേളനമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെന്ന്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പൊ അതും നമ്മൾ പറയണമല്ലോ. നമ്മുടെ പ്രേക്ഷകർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു പരിച്ഛേദമാണ് അല്ലെ. നമ്മൾ ഈ സർവേ ഒക്കെ എടുക്കുക എന്ന് പറയില്ല, അതുപോലെയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇനിയും ഇതുപോലെ വാർത്തകളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. സംഗീത ബിനീഷ് പറഞ്ഞു, ബ്യൂട്ടിഫുൾ, കാഴ്ചകൾ മനോഹരം, സ്റ്റുഡിയോയിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നതിനേക്കാൾ ഇത് നല്ല രീതിയാണ്, അവതരണം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് കുറച്ച് നാളായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സംഗീത ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മോർണിംഗ് വാക്ക് കാണുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ കുറെ ക്രിസ്റ്റീന ഫാൻസ് ഉണ്ട്. ക്രിസ്റ്റീനയും പ്രജിനും കൂടെയാണ് കുറച്ചും കൂടെ രസം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അത്ര സങ്കടമൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ കേൾക്കും. അത് ശരിയാണ് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ തമാശയൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ വേറെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേടിയുണ്ട്. ഇല്ല, അവര് നമ്മളൊന്നും ചെയ്യത്തില്ല. അവര് വന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ പോവാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? യെസ്, കണ്ണൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ കാട്ടാന ഇറങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ആറളം ഫാമിന് സമീപത്തെ ജനവാസ മേഖലയിൽ ഏറെ നേരം ആന തമ്പടിച്ചു. RRTയും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അതിന്റെ പഴയ വഴി തന്നെ വരും. ആ കുണ്ടില് വീണു. ആന വീണടാ. ഇങ്ങോട്ട് വന്നോളം പറ. എടാ അതിന്റെ ചൂണ് എന്തോ പറ്റിയടാ. എടാ എന്തോ പറ്റിയടാ. ഫ്രണ്ടിൽ പറഞ്ഞു ഇവിടുന്ന് വെട്ടം ഓഫാക്കിട്ട് മാറിയിട്ടു. അരുൺ പൂപ്പറമ്പ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ആറളം ഫാമിലെ കാട്ടാന ഭീതി അത് അവസാനിക്കുന്നില്ല. രണ്ടുപേരുടെ മരണമൊക്കെ നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞതാണ്. അതിനുശേഷം അവിടെ എന്ത് പരിഹാരം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നതുമാണ്. പിന്നീടൊന്നും കേട്ടതുമില്ല, കണ്ടതുമില്ല. ഇപ്പോൾ ഇതാ ഈ കാട്ടാന വീണ്ടും ആ ജനവാസ മേഖലയിൽ എത്തി എന്നറിയുന്നു. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ആന ജനവാസ മേഖലയിൽ തുരത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിന്, ഇത് ആർളം ഫാം അല്ല, പക്ഷെ ആർളം ഫാമിനോട് തൊട്ട് സമീപമുള്ള ഒരു പ്രദേശമാണ് കീഴ്പള്ളി വട്ടപ്പറമ്പ് എന്ന് പറയുന്നത്. നിരവധി വീടുകളുള്ള ജനവാസ മേഖലയാണ്. അവിടെയാണ് ഇന്നലെ രാത്രി 11 മണിയോടെ ഈ കാട്ടാന എത്തിയത്. അതിനുശേഷം ഏറെ നേരം ഈ ജനവാസ മേഖലയിൽ കാട്ടാന തമ്പടിച്ചു. അവിടുത്തെ റോഡുകളിൽ അതോടൊപ്പം തന്നെ വീടുകൾക്ക് സമീപമെല്ലാം ഈ കാട്ടാന എത്തി. ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരും RRT സംഘവും ചേർന്ന് ഈ കാട്ടാനയെ വനമേഖലയിലേക്ക് തുരത്തിയത്. 11 മണിക്ക് വന്ന കാട്ടാന ഏകദേശം 1:30 വരെ അവിടെ തമ്പടിച്ചു എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആറളം ഫാമിൽ നിന്നും ഈ കാട്ടാനകളെ തുരത്തുന്ന നടപടികൾ തുടരുകയാണ്. അവിടെ നിന്ന് തുരത്തുന്ന ചില കാട്ടാനകൾ ദിശ മാറി ഇത്തരം ജനവാസ മേഖലയിൽ, അതായത് സമീപ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിലേക്ക് വരുന്നു എന്ന പരാതി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രിയും ഈ കാട്ടാന എത്തിയത് എന്ന ഒരു പരാതിയാണ് നാട്ടുകാർ എന്തായാലും പറയുന്നത്. ഇപ്പോൾ പ്രജി സൂചിപ്പിച്ചതുപോലെ തന്നെ ആറളം ഫാമിലും സമീപ പ്രദേശങ്ങളിലെല്ലാം ഈ കാട്ടാനയുടെ ഭീതി പൂർണ്ണമായും ഒഴിയുന്നില്ല. വനം വകുപ്പ് അതിന്റെ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ആ ആശങ്ക ഒഴിയുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ രാത്രിയും ഉണ്ടായത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. അവിടെ കാട്ടാനയെ പേടിച്ച് അവരിങ്ങനെ വരുമ്പോ ഞാനിവിടെ എന്താ ഇത് പോത്താണോ, പോത്തിനെ പേടിച്ചിട്ട് നമ്മള് പുറകെ പേടിച്ച് ഓടി. ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ ബാക്കിൽ നിന്നല്ലേ നമുക്ക് കാണാൻ പറ്റില്ല. പേടിയോ? നല്ല പേടിയാ എനിക്ക്. ഞാൻ പേടിച്ചില്ല കേട്ടോ. എന്താ പേടിയില്ലാത്ത? പേടിയില്ലാത്തോണ്ട് ഇങ്ങനെ വരില്ലേ? ഇല്ല, അപ്പൊ നോക്കാം, നമുക്ക് അപ്പം നോക്കാം. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം 24ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമരം തുടരുന്നതിനിടെ പരസ്പരം ആക്ഷേപവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നേർക്കുനേർ രംഗത്തെത്തി. അതിനെക്കുറിച്ചാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതും. സംസ്ഥാനത്തിന് നൽകേണ്ട മുഴുവൻ തുകയും നൽകി എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം. 938.8 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് എന്നും അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണ് നൽകിയത് എന്നുമാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ പ്രചാരണം തെറ്റെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മറുപടി. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 രൂപ പോലും നൽകിയിട്ടില്ല. 636.88 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്നും സംസ്ഥാനം ആരോപിക്കുന്നു. മുഴുവൻ ആവശ്യങ്ങളും പരിഗണിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. യെസ്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ ഈ സ്മിത ചേച്ചിക്ക് പേടി തീരെ ഇല്ല എന്ന കാര്യം അടിവരിട്ട് പറയുന്നുണ്ട് കേട്ടോ. റെഡ് ഡ്രസ് പോത്തിന് അത്ര ഇഷ്ടമുള്ള കളറല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് ജിൻസ് കുര്യാക്കോസ് ചേച്ചിയുടെ റെഡ്. നമ്മളിവിടെ കുറെ കുട്ടികളല്ല കുറച്ചുകൂടെ യുവാക്കളുണ്ട്. രാവിലെ നടക്കാൻ ഇറങ്ങിയതാണോ? ഒറ്റ പോയി എന്താ പോകുന്ന ഓടിപ്പിടിക്കാം. ഹലോ ഹായ് ഹായ് എന്താ എവിടെയാ? ഇവിടേക്ക് എങ്ങനെ വന്നാ? എറണാകുളം എടപ്പള്ളി ഭാഗത്ത് ജോലിയാണ്. അപ്പൊ ഇവിടെ കടമ്പ്രയാറിലേക്ക് കാണാൻ വന്ന നല്ല വ്യൂ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നതൊക്കെ? എല്ലാവരും കൊടുങ്ങല്ലൂരിന്നാണോ അതോ പറവൂര്? പറവൂര് എവിടെയാ? പുത്തമ്പലിക്കലാ. ഞാൻ മഞ്ഞാലിയാ. നിങ്ങള് ഒരു പുഴയുടെ വന്നിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ അല്ലേ? നല്ല കോടയൊക്കെ ആയിട്ട് കൊള്ളാം. എന്താ മിണ്ടാ നിക്കണേ? എന്താ പേര്? ഫയാസ്. ഫയാസ് എവിടെയാ സ്ഥലം? കൊടുങ്ങല്ലൂർ തന്നെ. 24 ഒക്കെ കാണാറുണ്ടോ? വാർത്ത കാണാറുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലഹരിക്കെതിരെ ഒരുപാട് ക്യാമ്പയിനുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്, നാട്ടിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? ലഹരിക്കെതിരായ ഒരു നടപടികൾ അതേത് രീതിയിൽ വേണം? നിങ്ങൾ പറയൂ, നിങ്ങളല്ലേ യുവാക്കൾ. ഇവിടെ നോക്ക്. ഈ അക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടേ ലഹരി ഉപയോഗം നിർത്തണം, അല്ലെങ്കിൽ അത് വല്ലാതെ കൂടി വരുന്നുണ്ട് എന്ന് പൊതുവെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് ആ വിഷയത്തില്? എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്താ മിണ്ടാതെ നിൽക്കണേ? ഒരഭിപ്രായം ഇല്ലേ? എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനം എടുത്താൽ തന്നെ പകുതി കുറയ്ക്കാൻ പറ്റില്ലേ അല്ലേ? ഓരോ യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മതിയെന്ന് നമുക്ക് കുറച്ചുകൂടി റിലാക്സേഷൻ ആണ്. ഈ അക്രമ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിച്ച ആൾക്കാരെ അടിക്കുക, സുഹൃത്തുക്കളെ അടിക്കുക, അമ്മയെ ഉപദ്രവിക്കുക, അമ്മയെ കൊല്ലുക, അച്ഛനെ കൊല്ലുക, ഇതൊക്കെയാണ് തന്നെ കുറെ കാണുന്നുണ്ട്. അതിനിടന്നിട്ട് ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സൊക്കെ മറ്റു ലഹരിയിൽ നിന്ന് മാറ്റിയിട്ട് മറ്റു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക അല്ലെ? പ്രൊഡക്റ്റീവ് യാത്രകൾ നല്ലൊരു ഉപാധിയാണല്ലോ. നിങ്ങള് ഏർലി മോർണിംഗ് ഇറങ്ങിയല്ലേ? നന്നായി. അപ്പൊ എൻജോയ് ചെയ്യും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അതാണ് നമ്മുടെ യങ് ടെററിസ്റ്റിന് പറയാനുള്ളത്. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു പ്രജിൻ, നമ്മളെപ്പോഴും പറയുന്നുണ്ട് ലഹരിക്കെതിരായ എല്ലാ പദ്ധതികൾ തുടങ്ങുകയാണെങ്കിൽ അത് എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കൂട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യണമെന്ന് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. നമ്മുടെ തോട്ട്സിനെയൊക്കെ കുറച്ചും കൂടെ റിഫ്രഷ് ചെയ്യാൻ ഇത്ര യാത്രകൾ സഹായിക്കും, നല്ല സ്ഥലങ്ങൾ തേടി പോകാന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നല്ല കാര്യം. നമുക്ക് നമ്മുടെ കമന്റ് ബോക്സ് ഒരുപാട് ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് കൊടുക്കണ്ടേ? പിന്നെ എന്തായാലും വേണം. മൻസൂറിന്റെ ബർത്ത്ഡേ ആണെന്ന് അച്ഛൻ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ മൻസൂർ നമുക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാം. മൻസൂർ ഹാപ്പി ബർത്ത്ഡേ മൻസൂർ. പിന്നെ മറ്റൊരാൾ കൂടി ഉണ്ട്, സജീവ് ടി ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ എല്ലാവരും വിഷ് ചെയ്യുന്നു, നമ്മളും വിഷ് ചെയ്യുന്നു. സജീവ് ടി ശ്രീരാജ് തന്നെ പറയണോ? അതെ, അങ്ങനെ തന്നെയാണ് പേരും തോന്നുന്നു. അപ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിന്നെ വേറെ ആളുടെ ബർത്ത്ഡേ കൂടിയാണ് എന്ന് പറയുന്നത്, മിസ്റ്റർ അരവിന്ദ്. അതെ അതെ, നമ്മുടെ 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 ഓഫീസിലെ വളരെ സീനിയറായിട്ട് മാധ്യമപ്രവർത്തകനാണ്. 2023 മികച്ച അവതാരകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആൾ കൂടിയാണ്. ഇപ്പൊ ഇത്തവണത്തെ ബർത്ത്ഡേ വളരെ സ്പെഷ്യലാണ്. അരവിന്ദട്ട് അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ് നമ്മൾ ഓഫീസിലൊക്കെ വരുന്നുണ്ട്, അപ്പോ ബർത്ത്ഡേ ട്രീറ്റ് ഒക്കെ. ഓക്കെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം അല്ലേ?
ഫിലിം ചേംബർ വിളിച്ച സിനിമാ സംഘടനകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും എന്ന് അറിയുന്നു. ഫിയോ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ സമരമാണ് പ്രധാന അജണ്ട. ഒപ്പം സർക്കാരിന് നൽകാനുള്ള നിർദ്ദേശങ്ങളും ചർച്ചയാകും. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. ഇന്നിപ്പോൾ വിഷ്ണു, ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ള പുകിലുകൾ അത് നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമോ? സിനിമാ സമരം ഉണ്ടായാൽ ഒരുപാട് പ്രശ്നം ഈ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന ഒരു വിഭാഗം പറയുമ്പോഴാണ് ഈ സമരത്തിനുള്ള ഒരു നീക്കം നടന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണോ ഇന്ന് മുഖ്യ അജണ്ടയാവുക? സ്മിത, ഗുഡ് മോർണിംഗ്. നേരത്തെ തീരുമാനിച്ചൊരു യോഗം ആണ്, സമരം തന്നെയാണ് അജണ്ട. ഫിലിം ചേംബറാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയും അതോടൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ പങ്കെടുക്കുമെന്നാണ് വിവരം. ഇവരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളായിരിക്കും പങ്കെടുക്കുക. നേരത്തെ ഈ യോഗത്തിൻ്റെ ഒരു അജണ്ട, ഈ മാർച്ച് 5-ാം തീയതി ചേരുന്ന യോഗത്തിൽ ഈ സമരപ്രഖ്യാപനം, ഒരു സൂചനാ സമരപ്രഖ്യാപനം നടത്തുക, അതുമായി ബന്ധപ്പെട്ടുള്ള തീയതി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വന്നത്. മന്ത്രി സജി ചെറിയാൻ സിനിമയിലെ സംഘടനാ നേതാക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശങ്ങളായി എഴുതി നൽകിയാൽ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എന്നൊരു കാര്യം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വിഷയം കൂടി ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും. എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് മുൻപിൽ വെക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇരട്ടി നികുതി എന്നുള്ളതാണ്. സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് നിർമ്മാതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യമൊക്കെ ഇന്ന് ചർച്ചയാകും. മറ്റൊരു വിഷയം നിലനിൽക്കുന്നത് താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ തീരുമാനം എടുക്കേണ്ടത് താരസംഘടനകളാണ്, അല്ലെങ്കിൽ താരങ്ങളാണ്. അവർ ഇക്കാര്യത്തിൽ ഒരു തുറഞ്ഞ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം, അതോടൊപ്പം ഈ സുരേഷ് കുമാറും ചില താരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും. ഈ സമരപ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യം ഉറ്റുനോക്കുന്നത്. അതായത് പണിമുടക്ക്, സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച് ജൂൺ 1-ന് ഒരു വലിയ പണിമുടക്കിലേക്ക് സിനിമാ മേഖല പോകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാനാകും. സ്മിത, ഇപ്പോൾ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതാ ജഫീറ ടി എന്ന് പറയുന്നൊരു കമന്റിൽ ഐഡിയിൽ നിന്ന് കമന്റ് വരുന്നു. എന്റെ ഇത്താത്തയുടെ ബർത്ത്ഡേ ആണ്, പേര് ബുഷാര എന്നാണ്. ബുഷ്ര എന്നാണോ ആയിരിക്കും തോന്നുന്നു. ഒന്ന് വിഷ് ചെയ്യാമെന്ന് പറയുന്നു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ബുഷ്ര. യെസ്, ജഫീറയുടെ സിസ്റ്റർ ആവാം. പിന്നെ നിങ്ങളുടെ സർപ്രൈസ് കേൾക്കാൻ കാത്തിരിക്കുന്ന ഉടനെ തന്നെ കാത്തിരിക്കുക. വരും. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സിഗരറ്റ് ആയിരുന്നു വില്ലൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ സ്വഭാവം കാണാനേ ഇല്ല. അതുപോലെ വെറ്റില്ല മുറുക്കുമൊന്നും ഇല്ല എന്ന് സിറാജുദ്ദീൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ലഹരിയാണെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് തന്നെയാണ് അല്ലേ? വേറെ എന്തെല്ലാം സന്തോഷങ്ങളുണ്ട് ജീവിതത്തിൽ. ഈ ലഹരിയുടെ ഒരു വലിയ പ്രശ്നം, ലഹരിക്ക് അടിമയായ പിന്നെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അതിനടിമയായി ഒരു പ്രഭാതങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു പുഴയുടെ സൗന്ദര്യം കാണുന്നില്ല, കിളികളുടെ ആ ഒരു കളകളാരവം, അതൊന്നുമില്ല. ഈ ലഹരി മാത്രം. അതാണ് ഈ അക്രമങ്ങളിലേക്ക് നയിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് വാർത്തയിലേക്ക് പോവാം അല്ലേ? വകുപ്പുതല യോഗ്യതാ പരീക്ഷയും ട്രെയിനിങ്ങും വിജയിക്കാത്ത ഡെപ്യൂട്ടി റേഞ്ച് ഓഫ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ റേഞ്ച് ഓഫീസേഴ്സായി നിയമിക്കാൻ നീക്കം എന്നൊരു വാർത്തയുണ്ട്. പ്രമോഷന് മുന്നോടിയായുള്ള സീനിയോറിറ്റി ലിസ്റ്റ് വനംവകുപ്പ് പ്രസിദ്ധീകരിച്ചു. ചട്ടം മറികടന്നുള്ള സ്ഥാനക്കയറ്റത്തിനെതിരെ ജീവനക്കാർക്കിടയിൽ തന്നെ വലിയ അതൃപ്തിയാണ്. 24 ബ്രേക്കിംഗ്. 2010 മുതൽ വകുപ്പുതല പരീക്ഷകളും ട്രെയിനിങ്ങും വിജയിച്ചാൽ മാത്രമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് പ്രമോഷൻ അർഹതയുള്ളത്. ഇത് പരിഗണിക്കാതെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായും തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായും പ്രൊമോഷൻ നൽകിയതിനെതിരെ ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും സമീപിക്കുകയും വ്യവസ്ഥകൾ പാലിച്ചല്ല പ്രൊമോഷനുകളെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ രീതിയിൽ പ്രൊമോഷൻ ലഭിച്ച ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ട്രെയിനിങ് യോഗ്യതയുടെ മാത്രം അടിസ്ഥാനത്തിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായി പ്രൊമോഷൻ നൽകുന്നതിന് തയ്യാറാക്കിയ സീനിയോറിറ്റി ലിസ്റ്റാണ് വിവാദമായത്. 167 ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റാണ് ഭരണവിഭാഗം APCCF പ്രസിദ്ധീകരിച്ചത്. ഈ ലിസ്റ്റിലുള്ള നിരവധി പേർ വകുപ്പുതല പരീക്ഷയും ട്രെയിനിങ്ങും വിജയിക്കാത്തവരാണ്. ട്രെയിനിങ് പരീക്ഷയിൽ ലോവർ ഗ്രേഡ് നേടിയ ജീവനക്കാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി. വകുപ്പുതല പരീക്ഷകൾ വിജയിക്കാതെ SFO, DYFO, RFO തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചവർക്ക് മുൻകാല പ്രാബല്യത്തിൽ സ്പെഷ്യൽ ഇളവുകൾ നൽകി നിലവിലെ റൂൾ വീണ്ടും ഭേദഗതി ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് വകുപ്പുതല പരീക്ഷാ യോഗ്യതയില്ലാത്തവർക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായി പ്രൊമോഷൻ നൽകുന്നതിനുള്ള പുതിയ നീക്കവും. 24 തിരുവനന്തപുരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോലെ പെട്ടെന്ന്. തിരുവനന്തപുരം അമ്പൂരി ആദിവാസി മലയോര മേഖലയിലെ ആരോഗ്യ പിന്നോക്കാവസ്ഥയ്ക്കുള്ള പരിഹാരമാകുന്നു.
യെസ്, നിംസ് ഒരുക്കിയ ടെലിമെഡിസിൻ സംവിധാനങ്ങൾക്കൊപ്പം പ്രാഥമിക ചികിത്സയും ഈ കേന്ദ്രത്തിൽ തന്നെ ലഭ്യമാകും. പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ തന്നെ അമ്പൂരി തൊടുമല നിവാസികൾക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കണമായിരുന്നു. ഇവരുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ടെലിമെഡിസിൻ കേന്ദ്രം ഒരുക്കാൻ നിംസ് പദ്ധതിയിട്ടത്. എന്നാൽ പ്രാഥമിക ചികിത്സാ സംവിധാനങ്ങൾ കൂടി ഒരുക്കിയാണ് ടെലിമെഡിസിൻ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത്. പ്രദേശവാസികളായ നഴ്സിന്റെയും ഓഫീസ് സ്റ്റാഫിന്റെയും സേവനം എപ്പോഴും ലഭിക്കും. ഓൺലൈൻ സേവനങ്ങളുടെ സഹായം ഇവർ ഉറപ്പാക്കും. അതിന് പുറമെയാണ് പകൽ സമയത്തെ ഡോക്ടറുടെ നേരിട്ടുള്ള സേവനവും ലഭിക്കുന്നത്. വരുന്ന പേഷ്യൻസിന് ബേസിക് ആയിട്ടുള്ള ജനറൽ ചെക്കപ്പ് എല്ലാം ഇവിടെ തന്നെ നടക്കും. നമുക്ക് ബാക്കി മെഡിസിൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ, ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ തന്നെ പറ്റും. ബാക്കിയുള്ള ടെസ്റ്റൊക്കെ നിംസിലോട്ട് സാമ്പിൾ വിട്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ വേണം. ഇവിടുത്തെ ഇപ്പോൾ മാനേജ്മെൻറ്റിൽ നിൽക്കില്ല എന്നുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കൊരു ആപ്പുണ്ട്, കെയർ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അതുവഴി നിംസിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് വീഡിയോ കോൾ വഴി നമുക്ക് അവരെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഒരുവിധം എല്ലാം ഇപ്പോൾ ഇവിടുന്ന് യാത്രാ സൗകര്യത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ആവശ്യമുള്ള വേറെ പ്രത്യേകിച്ച് അഡ്മിറ്റ് ആവേണ്ടാത്ത ടെസ്റ്റ്, ട്രീറ്റ്മെൻ്റ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. സ്വന്തമായ ചികിത്സാ സംവിധാനം ലഭിക്കുന്നതിന് സന്തോഷത്തിലാണ് പഞ്ചായത്ത് അംഗവും പ്രദേശവാസികളും. കുറേ നാളുകളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോൾ നമുക്ക് വലിയ വലിയ അസുഖങ്ങളുള്ള ഈ സാഹചര്യത്തിൽ വള്ളവും വണ്ടിയും ഒക്കെ കയറി അവരുടെ വണ്ടിക്കൂലി ഉൾപ്പെടെ ചിലവാക്കി അവർ മറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവരുടെ അസുഖത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് ഇത്രയും അടുത്ത്, ഇത്രയും യാത്രാ സൗകര്യത്തോടു കൂടി അവർക്ക് വന്ന് അവരുടെ അസുഖങ്ങൾ അറിഞ്ഞ് അവരുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടത്തക്ക രീതിയിൽ വിവയും സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷനും സംയുക്തമായി ചെയ്ത ഈ പദ്ധതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധി എന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അഭിമാനകരമായിട്ടൊരു നിമിഷമാണ്. പലപ്പോഴും നമുക്ക് സമയത്ത് ഹോസ്പിറ്റലിലെത്താതെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്താൻ പറ്റുമെന്നാണ് നമ്മളിതിലൂടെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഓരോ ഡോക്ടർമാരെ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ മാത്രമേ ഈ ഓരോ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതോടെ വരുന്നതോടുകൂടി ഓൺലൈനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രീതിയിലേക്ക് നമ്മളെ മുറ്റത്തൊരു ട്രീറ്റ്മെൻറ്റ് സൗകര്യം ഒരുങ്ങി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. സ്ഥലവും കെട്ടിടവും അനുവദിച്ച് നൽകിയത് സർക്കാരാണ്. നിംസ് ആശുപത്രിയാണ് ടെലിമെഡിസിനുള്ള ഡോക്ടർമാരെയും നേരിട്ട് ഡ്യൂട്ടിക്കെത്തുന്ന ഡോക്ടർമാരെയും നിയമിക്കുന്നത്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ് അല്ലേ? ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സ് ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞ സർപ്രൈസ് എവിടെയാണ്? സർപ്രൈസ് ഇപ്പൊ നിങ്ങളെ വെറുതെ പറ്റിക്കാൻ പറ്റിക്കില്ല, നമ്മൾ ഒരിക്കലും പ്രേക്ഷകരെ പറ്റിക്കില്ല. സർപ്രൈസ് പൊളിക്കും. വിനേന്ദ്ര മാഷിന്റെ ഒരു കവിത ഓർമ്മ വരുന്നു ഇവിടെ നിന്നപ്പോ ഈ പുഴ കണ്ടപ്പോഴേ. മഴ നനയുമ്പോൾ നീ കൂടെയുണ്ടെങ്കിൽ പുതിയ മണ്ണിന്റെ ഗന്ധമാകുന്നു ഞാൻ, അരികിലൊക്കെ കടമ്പുകൾ പൂക്കുന്ന പുഴകൾ തൻ പുതു യൗവനമാകുന്നു. മഴ പറയുന്നു സ്നേഹിക്ക സ്നേഹിക്ക, മതി വരുവോളം ഒന്നിച്ചിരിക്കുക. അത്രയും മതി. കൂടുതലായി കഴിഞ്ഞാൽ എന്താ പറയുക, പുഴയുടെ അടുത്ത് നിന്നപ്പോൾ ആ ഒരു ഓർമ്മ, കടമ്പുകൾ, അരികിലൊക്കെ കടമ്പുകൾ പൂക്കുന്ന പുഴകൾ തൻ പുതു യൗവനം. ഇത് ബ്യൂട്ടിഫുള്ളാ. അത് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത്. യാത്രകൾ നമ്മുടെ മനസ്സിനെ അതുപോലെ ഈ പുഴകളെ പോലെ പുതു യൗവനം തരും. ചേച്ചിയുടെ കവിത കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൂര്യൻ ഇതാ ഇങ്ങനെ ഉദിച്ചു ഉയർന്നു വന്നിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൂര്യോദയം ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം പെട്ടെന്ന്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് അവാർഡുകൾ വിതരണം ചെയ്തു എന്നൊരു വാർത്തയുണ്ട്. ന്യൂസ് മേക്കർ വിഭാഗത്തിൽ സ്റ്റാർ ഓഫ് ഇയർ അവാർഡ് 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റുവാങ്ങി. ബിസിനസ് ഇന്റർവ്യൂ വിഭാഗത്തിൽ സ്റ്റാർ ഓഫ് ഇയർ അവാർഡ് 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റിന ചെറിയാനും ഏറ്റുവാങ്ങി. കൊച്ചി ആൽഫ ഹൊറിസോണിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഡിജിറ്റൽ രംഗത്തെ നിരവധി പ്രമുഖരും അവാർഡ് ഏറ്റുവാങ്ങി. അപ്പൊ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനമുള്ള കാര്യമാണ്. പുലികളാണ് അവാർഡിന് അർഹരായിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റ്സ് ഹാഷ്മി, അഭിനന്ദനങ്ങൾ രണ്ടാൾക്കും. സ്നേഹം. അടുത്തൊരു വാർത്തയിലേക്ക് കൂടി പെട്ടെന്ന് പോവാം അല്ലെ. നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ മോർണിംഗ് വാക്ക് എത്തിയിരിക്കുകയാണ്.
സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടനകൾ പ്രഖ്യാപിച്ച ചണ്ഡീഗഡ് ചലോ പ്രക്ഷോഭം ഇന്ന് ആരംഭിക്കുകയാണ്. കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവില നിയമം അടക്കമുള്ള 18 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ സമരം. കർഷകരുമായുള്ള ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി ഭഗവത് മാൻ ഇറങ്ങിപ്പോയതോടെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കർഷകർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കർഷകർക്ക് സമരത്തിനായി സർക്കാർ ഇതുവരെയും സ്ഥലം അനുവദിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ അർദ്ധരാത്രി മുതൽ നിരവധി കർഷക നേതാക്കളെ പഞ്ചാബ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ബൽബീർ സിംഗ് രാജേവാൾ, ഹർജിത് സിംഗ് ഗിയാസ്പുര, ബൽവന്ത് സിംഗ് ഘിർണിയ തുടങ്ങി നിരവധി നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സർക്കാർ നടപടിയെ കർഷക സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇനി മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ UDFന്റെ ഏകദിന ഉപവാസം ഇന്നാണ്. നോ ക്രൈം നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ ഉപവാസം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ K സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം പങ്കെടുക്കും. രാവിലെ 10 മണി മുതലാണ് ഉപവാസം. ലഹരി വ്യാപനം തടയുന്നതിൽ പോലീസും എക്സൈസും പരാജയമെന്നാണ് UDFന്റെ ആരോപണം. മയക്കുമരുന്ന് കേസുകളിലും അതുമൂലമുണ്ടാകുന്ന അക്രമങ്ങളിലും പോലീസ് പലപ്പോഴും വേട്ടക്കാർക്കൊപ്പമുള്ള നിലപാട് സ്വീകരിക്കുന്നുവെന്നും UDF കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ അവാർഡിന്റെ വാർത്ത വായിച്ച ശേഷം നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാ പ്രേക്ഷകരും ഈ ഹാഷ്മിക്കും ഒപ്പം തന്നെ ക്രിസ്ത്യൻ ചേച്ചിക്കും ഒരുപാട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്, ആശംസകൾ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. റീന സതീശൻ പറയുന്നു, പ്രജിത്ത് പറ്റിക്കലാണ്. സ്മിതക്കുട്ടിയുടെ കവിത ഞങ്ങൾക്ക് സർപ്രൈസ് ഒന്നുമല്ല. ഞങ്ങൾ എപ്പോൾ പറഞ്ഞാലും സ്മിതക്കുട്ടി കവിത ചൊല്ലാറുണ്ട്. വേഗം സർപ്രൈസിന് സത്യം പറഞ്ഞു. ഇത് തന്നെയാണ് സത്യം, കള്ളം പറഞ്ഞതല്ല. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കവിത കേൾക്കണ്ടേ നമുക്ക്. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആ കവിത മിസ്സാവും. അപ്പം മിസ്സാവാതിരിക്കാനാണ് സർപ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കവിത പാടി ആ സർപ്രൈസ് അവിടെ തീർന്നു. അതെ, അപ്പോൾ അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങൾ ക്രിസ്റ്റീനയ്ക്കും ഹാഷ്മിക്കും ഒരുപാട് സ്നേഹവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. അത് തന്നെയാണ് അല്ലേ, നമ്മളെ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്നു. റീനയാണ് പറഞ്ഞത്. വിപിൻ വെള്ളിയാട്ട് പറയുന്നു, ഹായ്, 2 പേർക്കും ശുഭദിനം. സ്മിത അടിപൊളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ അത് കലക്കി കടമ്പുകൾ പൂത്തു നിൽക്കുന്നുണ്ടോ അവിടെ എന്ന് സുനിൽകുമാർ അങ്ങനെ പറയുന്നുണ്ട്. ഹൃദയത്തിലാണ് കടമ്പുകൾ പൂക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വാക്കിന്റെ സമയം പൂർത്തിയാവുകയാണ്.